നമ്മുടെ യാത്രയപ്പ് പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പൊതുസമ്മേളനത്തിന് ശേഷം നമ്മുടെ കുട്ടികളുടെ വിവിധ പരിപാടികൾ തുടരുന്നതാണ്. ഇന്ന് വിരമിക്കുന്ന മാളിക്കുന്നിന്റെ പ്രിയങ്കരിയായ സാറ ടീച്ചറുടെ യാത്രയപ്പിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. എല്ലാ അതിഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്, മുഴുവൻ നാട്ടുകാരും എത്തിയിട്ടുണ്ട്. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കായി അഞ്ജന പ്ലീസ്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാ കടാക്ഷങ്ങളേകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാഹും എല്ലാമേവമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാ കടാക്ഷങ്ങളേകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. എന്ന് ആ നാട്ടിലെ പൊതുജനങ്ങൾ പറയുന്നിടത്താണ് അവർക്കുള്ള അംഗീകാരം. തീർച്ചയായും നമ്മുടെ സാറ ടീച്ചർ ഒരു ബാലവാടി ടീച്ചർ എന്നതിനപ്പുറം ഈ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള എല്ലാ മേഖലകളിലും തന്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള ഒരു ധീരയായ അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയായിട്ടുള്ള ഒരു അധ്യാപികയാണ്. തീർച്ചയായും ഈ നാട്ടിലെ മാളിക്കുന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സ്നേഹോഷ്മളമായ യാത്രയപ്പ് സമ്മേളനം ആരംഭിക്കുന്നു. ആദ്യപടിയായി സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ ശ്രീമതി മുള്ളത്ത് ലത അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. മാളിക്കുന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മുടെ മാളിക്കുന്ന് അംഗൻവാടിയിലെ സാറ ടീച്ചർക്കുള്ള യാത്രയയപ്പ് പരിപാടിയും യാത്രയയപ്പ് പരിപാടി വളരെ വിപുലമായി മാളിക്കുന്നിന്റെ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ 2007 സർവീസിൽ കയറി 2025 30-ാം തീയതിയോടുകൂടി സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ആ നാളിടയ്ക്ക് അവരുടെ വാർഡ് ഇതല്ലെങ്കിൽ പോലും അവര് അലനല്ലൂർ പ്രദേശത്തെ സ്ഥിരതാമസക്കാരിയാണ്. പക്ഷെ അവരുടെ ജോലി മാളിക്കുന്ന് പ്രദേശത്തെ 7-ാം വാർഡിലുമാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും ഈ പ്രദേശത്തിലുള്ള യുവാക്കളുടെയും അതുപോലെ തന്നെ
കുട്ടികളുടെയും എല്ലാം ടീച്ചറായി മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സാറ് ടീച്ചർ. ആർക്കും ഒഴിച്ചുകൂടാത്ത ഒരു വ്യക്തിത്വമാണ് അവരുടേത്. നമുക്കറിയാം, മാളിക്കുന്ന് പ്രദേശങ്ങളിൽ എന്ത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടന്നാലും അതിലെല്ലാം അവരുടെ പങ്കാളിത്തം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അവരുടെ കയ്യൊപ്പ് ഈ നാളിടയ്ക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോ അവർക്ക് ഇത്രയും നല്ലൊരു ഈ മാളിക്കുന്ന് പ്രദേശത്ത് നല്ലവരായ എല്ലാ നാട്ടുകാരും ചേർന്നുകൊണ്ട് കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് തന്നെ നമുക്ക് ഒരു അംഗീകാരം കൊടുക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, എല്ലാ ആളുകളും രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ വിവിധ ജാതി മത പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ആളുകളായിരിക്കും. അതിലെല്ലാം വിഭിന്നമായി കൊണ്ട് മാളിക്കുന്നിലെ ഒരു പ്രത്യേകത, ഒരു കൂട്ടായ്മ അവര് രൂപപ്പെടുത്തിയിട്ടുണ്ടാവും. അതില് പല അഭിപ്രായങ്ങളുള്ള ആളുകൾ ഉണ്ടാവാം. എന്നിരുന്നാലും ഒരു ലക്ഷ്യത്തിനു വേണ്ടി അവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് നാളിതുവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാമതും മാളിക്കുന്നിലെ മെമ്പറായത് എന്നുകൂടി വേണം എനിക്ക് പറയാൻ കഴിയും. അതാണ് എനിക്കറിയുന്നത്. കാരണം അത്രയും സ്നേഹമുള്ള മനുഷ്യരാണ് ഇവിടെ എല്ലാം താമസിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ കൂട്ടായ്മയാണ് എന്നെ പോലും ഉൾപ്പെടുത്താതെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് പറയണില്ല, എല്ലാ കാര്യത്തിനും എന്നോട് ചോദിച്ചു തന്നെയാണ് ചെയ്തത്. എന്നിരുന്നാലും എന്നെക്കാളും കൂടുതൽ ഇവിടുത്തെ നല്ലവരായ എല്ലാ ആളുകളും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് സാറ് ടീച്ചർക്കുള്ള അഭിവാദ്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് എനിക്കറിയാം. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു വിപുലമായ പരിപാടിയാക്കിക്കൊണ്ട് നമ്മുടെ മണ്ണാർക്കാടിന്റെ MLA ആണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സാഹചര്യം മോശമാണ്, മഴ വരുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ MLA മണ്ണാർക്കാടിന്റെ നിയോജക മണ്ഡലം MLA നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാർഡിലും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അവരെ ഈ പരിപാടിയിലേക്ക് വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീത ടീച്ചറാണ്. അവരും നമ്മുടെ അംഗൻവാടിക്കും അതുപോലെ തന്നെ വിവിധ റോഡുകളെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിനും നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ ബ്ലോക്കിൽ തന്നെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും അദ്ദേഹമാണ് നമുക്ക് നമ്മുടെ അംഗൻവാടിക്ക് മുകളിൽ ഒരു ടെറസ് നമുക്ക് പണിത് തന്നിട്ടുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റാണ്. അവരെയും വളരെ ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സജിന സത്താർ അവர்களെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തൊട്ടടുത്ത വാർഡ് മെമ്പറുമായ ശ്രീ ബക്കർ അവർകളെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ തൊട്ട വാർഡിന്റെ മെമ്പർ ആയ ശ്രീമതി അശ്വതി അവരെയും ഈ യോഗത്തിലേക്ക്
ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ അമ്മയെടുത്തി നിങ്ങളുടെ എല്ലാവർക്കും അറിയാം, അമ്മയെടുത്തിയുടെ അവരാണ് നമുക്ക് ഈ അംഗൻവാടിക്കുള്ള സ്ഥലം വിട്ടു നൽകിയത്. അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ ഇതിനു മുന്നേ തന്നെ അവര് അംഗൻവാടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുമുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അവര് പങ്കാളിയായിട്ടുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ ഇന്ന് യാത്രയാക്കുന്ന നമ്മളുടെ അംഗൻവാടി ടീച്ചർ സാറ ടീച്ചറെ, കുട്ടികൾക്കെല്ലാം പ്രിയങ്കരിയായ സാറ ടീച്ചറെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ അംഗവും മാളിക്കുന്നിന്റെ ശ്വാസവുമായ നമ്മളുടെ കൃഷ്ണകുമാർ മാസ്റ്റർ, അദ്ദേഹത്തെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടിയിലെ വെൽഫെയർ കമ്മിറ്റി അംഗവും മാളിക്കുന്നിന്റെ സ്പന്ദനവുമായ നമ്മളുടെ ബാലേന്ദ്രേട്ടനെ ഈ യോഗത്തിലേക്ക്, ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളുടെ സെബി, നമുക്കറിയാം നമ്മുടെ ഈ വാർഡിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മളുടെ സെബിയെ ഈ പരിപാടിയിലേക്ക് വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാസറാക്ക, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് നാസറാക്കയെ കുറിച്ച്. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ പറയും, അതുപോലെ ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് ശരിയാവുകയും ചെയ്യും അല്ലേ. അപ്പോ അദ്ദേഹത്തെയും നമ്മളുടെ എന്തായാലും നല്ല സ്നേഹമുള്ള ആളാണ്, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീത ടീച്ചറെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാറ ടീച്ചർക്ക് ആരോഗ്യപ്രദവും ഐശ്വര്യവുമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ, അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. എന്നും നമ്മളോടൊപ്പം ഈ നാടിനൊപ്പം സാറ ടീച്ചർ ഉണ്ടാകും, ഇവിടുന്ന് പോകുന്നില്ല. നിങ്ങളെല്ലാവരും സാറ ടീച്ചറെ സ്വീകരിച്ചാൽ സാറ ടീച്ചർ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ MLA ആണ് നമ്മുടെ ഈ പരിപാടി. ഏറ്റവും അധികം ആളുകൾ, സ്ത്രീകളൊക്കെ ഒരുപാട് വന്നിരിക്കുന്ന, എല്ലാവരും വന്നിരിക്കുന്ന ഈ പരിപാടി ഭംഗിയാക്കാൻ വേണ്ടി നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ MLA ആണ്. ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വളരെയേറെ സന്തോഷവും അഭിമാനവും നിറഞ്ഞൊരു ചടങ്ങാണിത്. ഈ ചടങ്ങിൻ്റെ പ്രിയങ്കരിയായ അധ്യക്ഷ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ബി പ്രീത, സ്വാഗതം പറഞ്ഞ വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ മുള്ളത്ത് ലത, പ്രാർത്ഥന നിർവഹിച്ച അഞ്ജന, അതുപോലെ തന്നെ ഉപഹാര സമർപ്പണം നടത്തുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട തെക്കൻ ബഷീർ, 6ാം വാർഡ് മെമ്പർ MK ബക്കർ, 8ാം വാർഡ് മെമ്പർ അശ്വതി, അതുപോലെ തന്നെ ശ്രീ ബാലചന്ദ്രൻ, MP ശ്രീവള്ളി, ശ്രീ കൃഷ്ണകുമാർ മാഷ്, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങിലെ നമ്മളുടെയൊക്കെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ അംഗനവാടി ടീച്ചർ സാറ ടീച്ചർ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിൽ സന്നിഹിതരായ മാളിക്കുന്നിലെ നല്ലവരായ സഹോദരന്മാരെ, പൊതുപ്രവർത്തകർ, സുഹൃത്തുക്കൾ എല്ലാവരുമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇതൊരു നാടിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ കൂട്ടായ്മയാണ് ഇവിടെ കാണുന്നത്. ഈ ഗ്രാമത്തിൽ കഴിഞ്ഞ 18 കൊല്ലക്കാലമായി ഇവിടുത്തെ അംഗനവാടിയിൽ ടീച്ചറായി പ്രവർത്തിച്ച് ഇപ്പോൾ വിരമിക്കുന്ന സാറ ടീച്ചർക്ക്
നിങ്ങൾ കൊടുക്കുന്ന സ്നേഹാദരങ്ങളും നിങ്ങളുടെ ഹൃദയപൂർവമുള്ള യാത്രയപ്പും സമ്മേളിക്കുന്ന ഒരു സമ്മേളനമാണ്. ഇവിടെ ഹൃദയങ്ങളാണ് സംസാരിക്കുന്നത്. ഇവിടെ സ്നേഹത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഈ നാടിന് ഈ അംഗനവാടി ടീച്ചർ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നാണ് ഈ സമ്മേളനം തെളിയിക്കുന്നത്. വളരെ നാട്ടിൻപുറത്തെ വളരെ ലളിതമായ എന്നാൽ ഒരു ഗ്രാമം എന്ന നിലയിൽ നല്ല ജനപങ്കാളിത്തമുള്ള ഈ കരക്കാരെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള സ്നേഹോഷ്മളമായ ഒരു പ്രോഗ്രാമാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതിപ്പോൾ നമ്മുടെ സ്കൂളിൽ അധ്യാപികമാണ്, അതുപോലെ തന്നെ പ്രധാനമാണ് അംഗനവാടിയിലെ ടീച്ചർമാർ. അത് പ്രീ പ്രൈമറിയാണ്. LP സ്കൂളിൽ വരുമ്പോൾ പ്രൈമറി സ്കൂളായി, പിന്നീട് അപ്പർ പ്രൈമറി സ്കൂളായി, ഹൈസ്കൂളായി. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സമൂഹത്തിൽ വളരെ പ്രിയപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും നമ്മുടെ ടീച്ചർമാർ, നമ്മുടെ മാഷന്മാർ ഒക്കെ മാതാപിതാ ഗുരു ദൈവം, മാതാവിനെ പോലെ പിതാവിനെ പോലെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരാണ് നമ്മുടെ ഗുരുനാഥന്മാർ. അപ്പൊ സ്കൂളിലെ അധ്യാപകർ ചിലപ്പോൾ അവർക്ക് മാറ്റമൊക്കെ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടാവും. ഈ അംഗനവാടി ടീച്ചർമാർ പൊതുവെ ഒരിടത്ത് തുടങ്ങി അവിടെ തന്നെയാണ് അവസാനിക്കുക. അവരുടെ സർവീസ് അവിടെ തന്നെയാണ് പൂർത്തിയാക്കുക. ഞാനിതിലിടക്ക് പള്ളിക്കുന്നിലൊരു ഇതുപോലെ ഒരു അംഗനവാടി ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനത്തിന് പോയി. ആ ടീച്ചർ അവിടെ പ്രവർത്തിച്ചത് 42 കൊല്ലക്കാലമാണ്. നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവർ വലിയ കൂട്ടാണ്. അവരൊരു അംഗനവാടി ടീച്ചർ എന്നുള്ള നിലക്ക് ഇപ്പൊ ഈ യാത്രയപ്പ് കൊടുക്കുന്നവരുടെയൊക്കെ ഒരു സുഹൃത്താണ് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ്. അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ. 42 കൊല്ലം അവരവിടെ പ്രവർത്തിച്ചു. ഇവര് 18 കൊല്ലക്കാലം ഇവിടെ പ്രവർത്തിച്ചു. അപ്പൊ ഈ കാണുന്ന മുതിർന്ന ഒരുപാട് കുട്ടികൾ, യുവാക്കൾ, അവരൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഈ ടീച്ചറുടെ ശിക്ഷണത്തിലൂടെ വളർന്നവരാണ്. നമ്മൾ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് കുട്ടികൾ ആദ്യം കൊണ്ടുപോയി ആക്കുന്നത് അംഗനവാടിയിലാണ്. എന്നാൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അംഗനവാടി. നമ്മൾ കരുതും സർവകലാശാല വിദ്യാഭ്യാസം അതാണ് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം എന്ന് കരുതും. അതല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസത്തിലെ പീരീഡ് എന്ന് പറയുന്നത് അംഗനവാടി വിദ്യാഭ്യാസത്തിന്റെ സമയമാണ്. കിൻഡർ ഗാർട്ടൻ, പ്രീ പ്രൈമറി കാലഘട്ടം. അതെന്താ കാരണം? ഒരു കുട്ടിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്, അവൻ എങ്ങനെയായി തീരണം എന്നതിൻ്റെ അടിസ്ഥാന ശിലകൾ പാകുന്നത് ആ കുട്ടിക്ക് 3 വയസ്സും 6 വയസ്സിനും ഇടയിലാണ്. ആ കുട്ടിയിൽ വിവിധ ഗുണങ്ങൾ സന്നിവേശിക്കുന്നത്, ആ കുട്ടി വലുതാകുമ്പോൾ ഉണ്ടാകുന്ന സ്വഭാവം, പ്രവർത്തന രീതി, അതിൻ്റെയൊക്കെ അടിസ്ഥാനം രൂപം കൊള്ളുന്നത് ഈ 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലാണ്. ഈ 3 വയസ്സിനും 6 വയസ്സിനും ഇടയിൽ കുട്ടി എവിടെയാ? കുട്ടി ആരുടെ കയ്യിലാണ്? കുട്ടി അമ്മ കഴിഞ്ഞാൽ പിന്നെ അംഗനവാടി ടീച്ചറുടെ കയ്യിലാണ്, അല്ലെങ്കിൽ പ്രീ പ്രൈമറി സ്കൂളിലെ അധ്യാപികമാരുടെ കൈകളിലാണ്. അപ്പൊ അവരെ കണ്ടാണ് ഈ കുട്ടികൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറെ സ്വാധീനിക്കുന്ന, ഏറെ സംഭാവനകൾ അർപ്പിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ അംഗനവാടി ടീച്ചർമാർ. ഒരുപാട് തലമുറകൾക്ക് സർഗാത്മകമായ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നവരാണ് നമ്മുടെ അംഗനവാടി ടീച്ചർമാർ. ആ നാട്ടിൽ വിവിധ തലമുറകൾ പ്രിയപ്പെട്ടവളായി കാണുന്ന ഒരാളാണ് നമ്മുടെ അംഗനവാടി ടീച്ചർ. അപ്പോൾ ഏത് ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിനേക്കാളും ഏറെ സംതൃപ്തിയോടെ, സന്തോഷത്തോടെ വിരമിക്കാവുന്ന ഒരു രംഗമാണ് നമ്മുടെ അംഗനവാടി ടീച്ചർമാരുടേത്, സ്കൂൾ അധ്യാപകരുടേത്. പക്ഷെ സ്കൂൾ അധ്യാപകരുടേതും അംഗനവാടി ടീച്ചർമാരുടേതും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഈ അംഗനവാടി ടീച്ചർമാർക്ക് നല്ല കഷ്ടപ്പാടുണ്ട്.
പക്ഷെ വളരെ കുറഞ്ഞ വേതനയുള്ളൂ. വേദനയല്ല, വേതനം. ശമ്പളം വളരെ കുറഞ്ഞ ശമ്പളമാണ് സർക്കാർ ഈ അംഗനവാടി ടീച്ചർമാർക്ക് നൽകുന്നത്. ഇപ്പൊ ഈ ഒരു സർക്കാരിന്റെ കുഴപ്പമൊന്നല്ല, പഴയ കാലം തൊട്ടേ വളരെ കുറഞ്ഞ വേതനമാണ്. എന്നാലും ഇപ്പൊ ഈ അടുത്ത കാലത്ത് വലിയൊരു മാറ്റം ഉണ്ടായി അല്ലെ. 1000, 2000 ഒക്കെ ഉണ്ടായിരുന്നത് പിന്നീട് ഒരു ഘട്ടത്തിൽ 6000-ലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. 12,000 അല്ലെ, 12,000 രൂപയാണ് ഇപ്പൊ കൊടുക്കുന്ന ശമ്പളം. അപ്പൊ അത് ഒട്ടും പോരാ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. ഞങ്ങളൊക്കെ അസംബ്ലിയിലൊക്കെ അത് പറയാറുണ്ട്. നമ്മളുടെ ഡെയിലി വേജസ് എടുക്കുന്നവർക്ക് പോലും ഗവൺമെന്റ് കൊടുക്കുന്നത് 18,000 രൂപയാണ്. അപ്പോൾ അംഗനവാടി ടീച്ചർമാർക്ക് ഒരുപാട് ജോലിയുണ്ട്. ഈ ചെറിയ മക്കളെ പഠിപ്പിക്കുക, വളർത്തി വലുതാക്കുക, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകുക എന്നുള്ളത് മാത്രമല്ല, ആ പ്രദേശത്തെ പലജാതി സ്റ്റാറ്റിസ്റ്റിക്സുകൾ എടുക്കേണ്ടത്, ബാലികമാർക്കുള്ള പോഷകാഹാരം വിതരണം ചെയ്യേണ്ടത്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്, പകർച്ചവ്യാധി വരുന്നുണ്ടെങ്കിൽ അതിന് തടയാൻ ശ്രമിക്കേണ്ടത്. ഇപ്പോഴാണല്ലോ ആശാവർക്കർമാരൊക്കെ വന്നത്. അതിനു മുമ്പ് ഈ പണിയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോഴും അതിലൊരു ഭാഗം പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അംഗനവാടി ടീച്ചർമാർ. അപ്പം ശമ്പളമല്ല അവരുടെ മാനദണ്ഡം, നല്ല സേവനമാണ്. അവർക്ക് ലഭിക്കുന്ന ശമ്പളം തുച്ഛമാണ്. പക്ഷെ ഈ പറഞ്ഞ ജോലിയൊക്കെ ഒരു നാട്ടിൽ എല്ലാവർക്കും ഈ സേവനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ആള് ആ നാട്ടിന്റെ പ്രിയങ്കരിയായിരിക്കും. അപ്പൊ അത് സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്തു സാറ ടീച്ചർ എന്നുള്ളതാണ് ഈ വലിയ കൂട്ടായ്മ തെളിയിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളൊരു ഉത്തരവാദിത്വം നിർവഹിച്ചു, അത് വളരെ നല്ല നിലയിൽ നിർവഹിച്ചു എന്ന് നാട്ടുകാർ അംഗീകരിക്കുമ്പോൾ, നാടിന്റെ സ്നേഹം തിരിച്ചു കിട്ടുമ്പോൾ അതിന് സമ്പത്തിനേക്കാൾ മൂല്യമുണ്ട്. വലിയ പണം കിട്ടുന്നതിനേക്കാൾ അതിന് മൂല്യമുണ്ട്. അതൊക്കെ തന്നെയാണ് ജീവിതത്തിന്റെ സായുജ്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഴ ഇങ്ങനെ ഒരു വില്ലനായി നിൽക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ കുട്ടികളുടെ പരിപാടിയൊക്കെ നടക്കാനുണ്ട്. ഇവിടുത്തെ പഴയ പോലെയല്ല, അംഗനവാടികളൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ജനപ്രതിനിധികളെല്ലാം ചേർന്ന് ഞങ്ങളും ചില ഘട്ടത്തിലൊക്കെ സഹായിക്കാറുണ്ട്. അംഗനവാടികളൊക്കെ ഇപ്പൊ ഇന്ന് നല്ല അംഗനവാടികളാണ്. മുമ്പൊക്കെ ഏതെങ്കിലും ഒരു പീഡിക മുറികയുടെ പൊളിഞ്ഞ് ചാടാറായ ഒരു ചെറിയ സ്ഥലത്താണ് അംഗനവാടി ഉണ്ടാവുന്നത്. വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാവും. ഇന്ന് നമ്മുടെ പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഒക്കെ പ്രവർത്തനം. ചില അംഗനവാടികൾക്ക് MLA ഫണ്ടൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ആയപ്പോ നമ്മുടെ അംഗനവാടികളൊക്കെ വളരെ സജീവമാണ്. പ്രസിഡന്റ് എത്ര അംഗനവാടി 50 അംഗനവാടികൾ അലനല്ലൂർ പഞ്ചായത്തിൽ തന്നെ ഉണ്ട്. അത് ഏറെക്കുറെ എല്ലാത്തിനും കെട്ടിടങ്ങളുണ്ട് അല്ലെ. 49നും നല്ല കെട്ടിടങ്ങളുണ്ട്. നാളെ 50ാമത്തെ അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിനുള്ള തറക്കല്ലിടലും നാളെ നിർവഹിക്കുമെന്നാണ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ബ്ലോക്ക് വൈസ് പ്രസിഡന്റും ഒക്കെ പറയുന്നത്. അപ്പൊ ഞാൻ അവരെ പ്രത്യേകം അലനല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം അവരേറ്റവും അവരുടെ കണ്ണും കാതും എത്തേണ്ടിടത്ത്, അവരുടെ ശ്രദ്ധ ചെലുത്തേണ്ടിടത്ത് തന്നെയാണ് അവർ ചെലുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം നടക്കുന്നത് ഈ അംഗനവാടിയിലാണ്. അപ്പൊ അത് പൊളിഞ്ഞു ചാടാറായതും സൗകര്യം കുറവുള്ളതുമായ സ്ഥലമാകാൻ പാടില്ല. അത് നല്ല ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച സൗകര്യമുള്ള കെട്ടിടമാവണം. ഇവിടെ ഇപ്പൊ അതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ റോഡിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോ നിലവിലുള്ള അംഗനവാടിയുടെ മേലൊരു ഹാളൊക്കെ പണിത് ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ അന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതിന്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചു. അപ്പൊ ഇന്ന് എല്ലാ അംഗനവാടികളും നല്ല കെട്ടിടങ്ങളാണ്, നല്ല ഉപകരണങ്ങളുണ്ട്. കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള ഉപകരണങ്ങളിലൂടെയുള്ള കളിയും പഠനവും ഒക്കെ നടക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ മാളിക്കുന്ന് അംഗനവാടിയിൽ വളരെ സ്തുത്യർഹമായ സേവനം ചെയ്ത സാറ ടീച്ചർക്ക് ഈ നാട് നൽകുന്ന സ്നേഹാദരവിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനും കഴിഞ്ഞത് ഏറെ ഭാഗ്യമുള്ള ഒന്നായി കാണുകയാണ്. അതോടൊപ്പം തന്നെ ടീച്ചർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്റെ സ്വന്തം നിലക്കും നിങ്ങളുടെയൊക്കെ പേരിലും ഈ സമ്മേളനത്തിന്റെ പേരിലും എല്ലാവിധ ആരോഗ്യ സൗഭാഗ്യങ്ങളോടെ ഇനിയുള്ള നാൾ ജീവിതത്തിൽ മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി നമ്മുടെ
ബഹുമാനപ്പെട്ട പ്രസിഡന്റ് 2 വാക്ക് നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഏറെ പ്രിയമായ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ബഹുമാന്യനായ MLA ഡോക്ടർ ശംസുദ്ദീൻ അവർകൾ, പ്രിയങ്കരിയായ അധ്യക്ഷ, ബ്ലോക്ക് പ്രസിഡന്റ്, ആദരണീയായ പ്രസിഡന്റ്, പ്രീത ടീച്ചർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ വേല കമ്മിറ്റി നൽകുന്ന ഉപഹാരമാണ്. അത് നൽകുന്നതിന് വേണ്ടി തെക്കൻ വേല കമ്മിറ്റിയുടെ പ്രതിനിധികളും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാർ ടീച്ചറെയും സാദരം ക്ഷണിക്കുന്നു. അടുത്തത് മാളിക്കുന്ന് BJP ഘടകം നൽകുന്ന ഉപഹാരമാണ്. അത് നൽകുന്നതിന് വേണ്ടി BJPയുടെ പ്രതിനിധികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാർ ടീച്ചറെയും സാദരം ക്ഷണിക്കുന്നു. അടുത്തത് MES യൂത്ത് വിംഗും മണ്ണാർക്കാട് താലൂക്ക് കമ്മിറ്റി നൽകുന്ന ഉപഹാരമാണ്. അതിന്റെ പ്രതിനിധിയായിട്ടുള്ള MES യൂത്ത് വിംഗിന്റെ പ്രസിഡന്റ് ജിത്തുവിനെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി സാർ ടീച്ചറെയും സാദരം ക്ഷണിക്കുന്നു. MES യൂത്ത് വിംഗ് നൽകുന്ന ഉപഹാരം ഏറ്റുവാങ്ങാൻ വേണ്ടി സാർ ടീച്ചറെയും യൂത്ത് വിംഗിന്റെ പ്രതിനിധികളെയും ക്ഷണിക്കുന്നു. അടുത്തത് അലീന ദീപക് നൽകുന്ന ഉപഹാരമാണ്. അലീന ദീപക് പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ടീച്ചറുടെ. അത് നൽകുന്നതിന് വേണ്ടി അലീനയെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാർ ടീച്ചറെയും സാദരം ക്ഷണിക്കുന്നു.